പൗരധർമ്മം എന്താണ്? ഒരു ചോദ്യം. നമ്മൾ പൗരന്മാരായി നമ്മുടെ കടമ വോട്ട് ചെയ്യുന്നതോടെ അവസാനിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും നമ്മൾ ഉത്തരവാദികളാണോ? ഇന്നത്തെ വീഡിയോയിൽ ഒരു പൗരന്റെ യഥാർത്ഥ ധർമ്മമെന്താണ്, ജനാധിപത്യത്തിൽ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം, എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നത് നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും പ്രചോദനം ലൈഫിലേക്ക് സ്വാഗതം. പൗരൻ ആരാണ്? ഒരു രാജ്യത്തിന്റെ നിയമപരമായ അംഗമാണ് പൗരൻ. പക്ഷേ ജനാധിപത്യത്തിൽ പൗരനൊരു പ്രേക്ഷകനല്ല. ഭരണാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് പറയുമ്പോൾ അത് പ്രായോഗികമാകുന്നത് പൗരന്റെ സജീവതയിലൂടെയാണ്. പൗരൻ അവകാശങ്ങൾ ആവശ്യപ്പെടുന്നവൻ മാത്രമല്ല, കടമകൾ നിറവേറ്റേണ്ട വ്യക്തിയുമാണ്. വോട്ട് അവകാശമോ കടമയോ? വോട്ട് ഒരവകാശമാണ്, പക്ഷേ അത് കടമയുമാണ്. വോട്ട് ചെയ്യാതിരിക്കുക ഒരു നിഷ്പക്ഷ നിലപാടല്ല. അത് മറ്റുള്ളവർക്ക് നമ്മുടെ പേരിൽ തീരുമാനമെടുക്കാൻ അവസരം നൽകുകയാണ്. ഒരു ജനാധിപത്യത്തിൽ മൗനം പലപ്പോഴും അനീതിക്ക് സഹകരണമാകുന്നു. ബോധമുള്ള വോട്ട് എന്നത് എന്ത്? ബോധമുള്ള വോട്ട് എന്നത് വികാരാധീനമായ തീരുമാനമല്ല. അത് ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ആരാണ് സ്ഥാനാർത്ഥി? അവരുടെ പശ്ചാത്തലമെന്ത്? പാർട്ടി എന്ത് മൂല്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു? അവരുടെ ഭരണകാല പ്രവർത്തനമെന്തായിരുന്നു? ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ ചെയ്യുന്ന വോട്ട് നമ്മുടെ ഭാവിയോടുള്ള അനീതിയാണ്. ഇലക്ഷന് ശേഷം പൗരന്റെ പങ്ക്. ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. ഭരണപക്ഷത്തെപ്പോലെ തന്നെ പ്രതിപക്ഷത്തെയും നാം വിലയിരുത്തണം. ചോദ്യം ചോദിക്കുക, വിമർശിക്കുക, പക്ഷേ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ. രാഷ്ട്രീയം അന്ധവിശ്വാസമല്ല, അത് തുടർച്ചയായ പൗരജാഗ്രതയാണ്. പൗരധർമ്മം ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ. പൗരൻ നിശബ്ദനാകുമ്പോൾ അധികാരം അനിയന്ത്രിതമാകും. വർഗീയത, അഴിമതി, അനീതികൾ ഇവ വളരുന്നത് പൗരന്റെ അലസതയിലാണ്. എനിക്കെന്ത് എന്ന ചിന്ത പൊതുവെ നാടിനെ നശിപ്പിക്കും. ഒരു മോശം ഭരണം ഒരു ദിവസത്തിൽ പിറക്കുന്നതല്ല. നല്ല പൗരനുണ്ടാകുമ്പോൾ. ബോധമുള്ള പൗരന്മാരുണ്ടെങ്കിൽ നേതൃത്വം നിർബന്ധിതമായി മെച്ചപ്പെടും. നേതാക്കൾ ഭയപ്പെടേണ്ടത് വിമർശനത്തെയാണ്, അന്ധപിന്തുണയെയല്ല. പൗരധർമ്മം എന്നത് വോട്ട് മാത്രമല്ല, നാടിന്റെ ഭാവിയിൽ പങ്കാളിയാകലാണ്. ഒരു ജനാധിപത്യത്തിന്റെ ശക്തി അവിടെയുള്ള പൗരന്മാരുടെ ബോധത്തിലാണ്. നല്ല നേതാക്കളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നാം നല്ല പൗരന്മാരാകണം. വോട്ട് ചെയ്യാം, ചോദ്യം ചോദിക്കാം, ബോധത്തോടെ നിലകൊള്ളാം. ബോധമുള്ള വോട്ട്, കേരളത്തിന്റെ ഭാവി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.